എന്റെ ആ പുള്ളിക്കാർ സിറ്റി വരുന്നുണ്ടെങ്കിൽ പുള്ളിക്കാരുടെ കാര്യങ്ങൾ നോക്കി പോണം. NX വരാനാണോ സിറ്റിക്ക് കാണാനാണോ പുള്ളിക്കാരെടുത്ത് ചോദിച്ചത്? പുള്ളിക്കാരി പറഞ്ഞ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരിക്ക് എന്തോ ഡിപ്രഷനോ എന്തോ ഒരു സംഭവം ആയിട്ടുണ്ട്, ആശുപത്രി കൊണ്ട് കാണിക്കാൻ പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചേ നീ ഇത് മനോരോഗ വിദഗ്ധനാണോ എന്ന് ചോദിച്ചായിരുന്നു. പുള്ളിക്കാരി പറഞ്ഞ് ഞാൻ ചോദിച്ചു ഈ മനോരോഗ വിദഗ്ധനൊന്നും അല്ലല്ലോ ഉള്ളവരുടെ ഡിപ്രഷൻ തീർക്കാൻ. പിന്നെ അപ്പൊ പുള്ളിക്കാരത്തി എന്തോ പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂഷ്വലി ഡിപ്രഷൻ വരുന്ന സമയത്ത് വാസുവിനെയാണ് വിളിക്കാറുള്ളതെന്ന്. യൂഷ്വലി ഡിപ്രഷൻ ഈ കുട്ടികൾക്ക് എത്ര വട്ടം ഡിപ്രഷൻ വന്നിട്ടുണ്ട്. എന്നെ അതിന് കിട്ടത്തില്ല. കണ്ട ഇതായിട്ട് നടക്കാനൊന്നും എനിക്ക് പറ്റത്തില്ല ജോക്കി. മോനെ അതാ പറഞ്ഞത്. പിന്നെ അവൻ മറ്റേ അപ്പുക്കുട്ടനെ വിളിച്ചോണ്ട് പോകുന്നുണ്ട്. അപ്പുക്കുട്ടൻ പിന്നെ നമ്മുടെ ചെറുക്കനായോണ്ട് പിന്നെ കുഴപ്പമില്ല. അപ്പുക്കുട്ടൻ പോട്ടെന്ന് വെച്ച്. അപ്പുക്കുട്ടനെ ദർശനയും ഭയങ്കര കമ്പനിയാ തോന്നുന്നു കേട്ടോ. ഫ്രണ്ട്സാന്ന് തോന്നുന്നു. ഫ്രണ്ട്സ്. ഞാൻ ചോദിച്ചു അപ്പുക്കുട്ടൻ ഗേൾ ഫ്രണ്ട് ഒന്നും അല്ലല്ലോ. അപ്പം അപ്പുക്കുട്ടൻ പറഞ്ഞ് ഫ്രണ്ടിക്ക് മോളിൽ എന്നാ ഗേൾ ഫ്രണ്ടിക്ക് താഴെ അങ്ങനെ എന്തൊരു സാധനം പറഞ്ഞു. ഇനി അവനെ പറ്റി എൻ്റെ അടുത്ത് അഭിപ്രായം ചോദിച്ചാൽ TVക്ക് പുറത്ത് എന്നാൽ KVക്ക് പുറത്ത് അങ്ങനെയായിരിക്കും. ഇത് ഇനി ഉടനെ സ്റ്റേറ്റ്മെന്റ് എന്റെ എങ്ങനെ ആവും ഇനി കണ്ട പെണ്ണുങ്ങളിലൊക്കെ പുറകെ നടന്ന് എനിക്കതൊന്നും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഇത് ആർക്കും ഇറങ്ങണ്ടേ? മിസ്റ്റർ എക്സിന്റെ വണ്ടി മാത്രം ഇട്ടാൽ മതി ഇവിടെ. തെറിപ്പിച്ചാലോ അങ്ങ്. ക്യാം ചെറുതാക്ക്. ക്യാം വലുതാണോ? വെയിറ്റ്, ക്യാം ചെറുതാക്കാം. ഇത്ര മതിയോ? ഇനിയും ചെറുതാക്കണോ? രാമൻകുട്ടി ഒന്നും അല്ല. നല്ല തല്ല് പിടിക്കുക. പിടിച്ച് കെട്ടിയിട്ട് അടിക്കുമോ? തിരിച്ച് അടിക്കാൻ പോലും പറ്റൂല. ഗ്യാങ്ങത്തിട്ട് വരെ പോകും. എടാ ഞാനൊരു കാര്യം പറയട്ടെ, നീ ഉള്ളപ്പോ എന്നെ ആരും തുടർന്ന് ഇരിക്കുന്നു കാണണോ? കുറവേ നേരെ പറഞ്ഞു. ഇതിനകത്ത് ഗണ്ണും പുല്ലും ഒക്കെ വെക്കണം ജോക്കി. ഇതൊക്കെ നീ ചെയ്യട്ടോ. എനിക്ക് ഹലോ ഒന്ന് വരുമോ? ജോക്കിയെ കൊണ്ടുപോകാനാണ്. ഓക്കെ കേക്കാവോ? കേക്കാം. കറന്റ്ലി ജോക്കി നിങ്ങളുടെ ഗാങ്ങിന്റെ പാർട്ടല്ല, സോ ജോക്കിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റത്തില്ലേ. ഓൺലി ഗാങ് മെമ്പേഴ്സ്. ഓക്കെ, ഇത് പുള്ളി ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കാവോ? എന്താ കേട്ടില്ല? ഞാൻ പറഞ്ഞ പുള്ളിക്ക് വിഷമം വരും. ഒന്ന് വിളിക്കൂ. ഓക്കെ എനിക്കറിയാമായിരുന്നു ഇത് സംഭവിക്കുന്നത്. ജോക്കി ഒന്ന് വരുമോ? ജോക്കി കറന്റ്ലി എനിക്ക് കേറാൻ പറ്റത്തില്ലെന്നോ? അതെ ജോക്കിക്ക് ഇവിടെ വരാൻ പറ്റത്തില്ല. ഇത് ഇൻവൈറ്റ് ചെയ്തത് തന്നെ ആണോ? കേക്ക് ആണോ? ഓൾറെഡി ഉണ്ടായിരുന്നു. ഓക്കെ കേക്കായിട്ട് സംസാരിച്ചു. അല്ല പിന്നെ ഓറ പോന്ന കേസാണെങ്കിൽ ഞാൻ വരൂ. പിന്നല്ല വാ. കേക്ക നമ്മുടെ മച്ചമ്പി ഇവിടെ ഇരിക്കുന്ന സമയത്ത് ഒരു മിനിറ്റ് ഞാൻ കേക്കെ ഒന്ന് വിളിക്കട്ടെ. അവൻ എന്നെ വിളിച്ചിട്ട് വരാനല്ലേ ഞാൻ പറഞ്ഞത്. അല്ലെങ്കിൽ ഞാൻ കോട്ട് ഫുഡൊക്കെ ഇട്ട് ഞാൻ വരും. സോണി കത്തിയതാ. ജോക്കി ഒന്ന് വിളിച്ച് കൺഫേം ചെയ്തേരാട്ടോ. പരിപാടി കടയിൽ നമ്മൾ ഇറക്കി വിട്ടാ മുട്ടൻ ഓർമ്മ. സത്യം കേട്ടോ. കേക്കയുടെ ഇൻവിറ്റേഷൻ പ്രകാരമല്ലേ ഞാൻ വന്നേക്കുന്നേ. ഞാൻ വന്നിട്ടുണ്ട് കേട്ടോ ഓപ്ഷന്. അപ്പൊ ദൈവം പറഞ്ഞ് എനിക്ക് കേറാൻ പറ്റത്തില്ല. അപ്പൊ ഞാൻ പറഞ്ഞു ബുദ്ധിമുട്ടുണ്ടോ കേക്ക്? ഹലോ ഓക്കെ കേക്ക്. അപ്പൊ ഐ വിൽ കം. ഓക്കെ, അത് ഞാനും പിന്നെ വെറുതെ പ്രശ്നം ഉണ്ടാക്കണ്ടാതിരുന്നത്. നിങ്ങളെന്തോ കാര്യങ്ങളൊക്കെ സംസാരിച്ചിരിക്കുവല്ലായിരുന്നു. ഓ, ഏത് ടർഫ് വിളിക്കാനാണ് പ്ലാൻ? അപ്പൊ ഇത് ഒന്നെങ്കിൽ നമുക്കിട്ട അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇട്ടേ കാറല്ലോ. ഞങ്ങൾക്ക് പിന്നെ ഏതായാലും ഇപ്പൊ കുഴപ്പമില്ല. ഇല്ല, അപ്പൊ ഈ ടർഫ് ഒന്നും ഇതായിട്ടില്ല. നിങ്ങളെ തന്നെയല്ലേ ടർഫ് ഇരിക്കുന്നേ? ഞങ്ങളുള്ളത് ഞങ്ങള് ജസ്റ്റ് ഞങ്ങൾക്ക് വിളിക്കാൻ പറ്റില്ല. ഞങ്ങള് ഇതേപോലെ വെറുതെ കാണാൻ വന്നതാ. നിങ്ങൾക്ക് വിളിക്കാൻ പറ്റൂലേ? രണ്ടെണ്ണം ഓൾറെഡി കയ്യിലുണ്ടല്ലേ? പക്ഷെ അതത് കയ്യിലുണ്ടായിട്ട് ഒന്നും കിട്ടിയില്ല.
അഞ്ചിന്റെ ഒരു ഒരു ഉപകാരം ഉണ്ടായില്ല അല്ലേ? കഷ്ടപ്പെട്ട് അടിച്ചെടുത്തു നല്ലത് വേറെ ഒരു ഉപകാരം. റിവാർഡും പോയിന്റും കൊടുത്തിട്ട് സാധനം എടുത്തിട്ട് ഒരു ഉപകാരം ഉണ്ടായില്ല. ചോദിക്കണം. ഗ്രൈൻഡിങ് കൊണ്ടുവരണം എന്നാലേ കാര്യമുള്ളൂ. മറ്റേ മണി ടർഫൊക്കെ മറ്റേ നേരത്തെ ആ ബ്ലാക്ക് വൈറ്റ് ആക്കുന്നതും പിന്നെ മറ്റേ കൊക്കൈൻ ഗ്രൈൻഡിങ് ഒക്കെ നല്ല രസമായിരുന്നു. എല്ലാവർക്കും ചെയ്യുകയും ചെയ്യാം. നല്ല ഒരു ഗ്യാങ്ങിന് നല്ലൊരു ഇതുമായിരുന്നു, ആക്ടിവിറ്റി ആയിരുന്നു. അന്ന് പറഞ്ഞ എല്ലാം കണക്റ്റഡ് ആയിരുന്നു. എല്ലാ ടർഫും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കണക്റ്റഡ് ആയിരുന്നു. മറ്റേ സാധനം ഉണ്ടെങ്കിലേ കിട്ടുള്ളൂ. നമുക്ക് ഈ ലോയൽറ്റി പോയിന്റ് കാർഡില്ലേ, ആ കാർഡ് ആരെങ്കിലും കടം മേടിക്കാൻ പറ്റില്ലല്ലോ അല്ലേ? അത് അറിഞ്ഞൂടാ, അവരോട് ചോദിച്ചു. പറ്റില്ല. അത് മറ്റേക്ക് കാരണം മേടിച്ചിട്ട് പോയായിരുന്നു. എന്തായാലും വിളിക്കാൻ പറ്റില്ലല്ലോ. നമുക്ക് എന്തായാലും വിളിച്ച കാര്യമല്ലല്ലോ. എന്തായാലും എത്ര കാർഡ് ഉണ്ടാവും ആവറേജ് കാർലോ? 91. ജോസുട്ടിയുടെ എത്ര ഉണ്ട്? ജോസുട്ടി 60. പറയാം. സത്യല്ലേ? എന്നോട് പറഞ്ഞ സത്യല്ലേ? ഓണസ്റ്റ് ആണ്. അപ്പൊ ഞാനും ഓണസ്റ്റ് ആണ്. 81. ഇനി ജോസുട്ടി അവിടെ വന്ന് 82 വിളിച്ചാൽ ജോസുട്ടി 60 വിളിക്കാൻ പറ്റില്ല, കുറച്ചല്ലേ വിളിക്കാൻ പറ്റും. മൊത്തം വിളിച്ചിട്ടും കാര്യമില്ല. കാരണം മൊത്തം വിളിച്ച എക്സോഷൻ ആയാലും ഇത് പക്ഷെ വേറെ ചില ആൾക്കാർ വിളിക്കും. ഇല്ല, ഈ ആൾക്കാരെ കൊന്നാലും പോത്തില്ല. പക്ഷെ അത് എങ്ങനെയോ ചത്ത എന്തോ ചെറിയതായിട്ടൊക്കെ ഈ ഗ്യാങ് ഹൗസിൽ കൊന്ന ചെറുതായിട്ടൊക്കെ കിട്ടില്ല. അതായത് ഇപ്പൊ ഒരു മണിക്കൂറിൽ ഇപ്പൊ 1 മണിക്കൂർ നിൽക്കുവാണെങ്കിൽ 1 മണിക്കൂറിലായത് ഫില്ലാവുന്നെങ്കിൽ 58 മിനിറ്റിലോ 59 മിനിറ്റ് കത്തിപ്പോയാലോ ആ പോയിന്റ് കിട്ടൂല. അതാണ് പ്രശ്നം. അങ്ങനെയാണെന്നാണ് അപ്പാപ്പ പറഞ്ഞത്. എനിക്ക് അറിഞ്ഞൂടാ അതിനെപ്പറ്റി. ഇത് ഫിക്സ് ചെയ്ത് മാറ്റിയെന്നൊന്നും അറിഞ്ഞൂടാ. അങ്ങനെയാണ് ഇപ്പൊ കറന്റ് അങ്ങനെ ആവും തോന്നുന്നില്ല. നിങ്ങൾ കയറി കളിക്കുന്ന ടൈമിന് പ്ലേ ടൈമിനനുസരിച്ചാണ് പോയിന്റ് കിട്ടുന്നത്. ഫ്രണ്ട്ലി കോൺവെർസേഷനിൽ നിൽക്കുമ്പോ കാർഡ് അങ്ങനെ ഷെയർ ആക്കാൻ പറ്റുന്നുണ്ടെങ്കിലേ പറഞ്ഞാ മതി. അത് ഷെയർ ആക്കാൻ പറ്റില്ലെന്ന് തോന്നുന്നു കാർലോ. അത് കാരണം എനിക്ക് തോന്നുന്നു അവിടെ ചെന്ന് റെഡീം ചെയ്യുകയോ ചെയ്യണം നമ്മള്. നിങ്ങൾക്ക് ഇന്ന് തന്നെ കാർഡ് കൊടുക്കണോ? അല്ലെങ്കിൽ മേടിച്ചു തരാൻ പറ്റും? ഇന്ന് തന്നെ കൊടുക്കണം. ഇന്ന് തന്നെ. അതായത് നമ്മുടെ കയ്യിലുള്ളത് വെച്ചിട്ടേ വിളിക്കാൻ പറ്റത്തുള്ളൂ. നമ്മുടെ കയ്യിൽ സമയത്ത് ഇല്ലെങ്കിൽ ഇതാക്കാൻ പറ്റുന്ന തോന്നുന്നു. എനിക്ക് അറിഞ്ഞൂടാ. അല്ലെങ്കിൽ ഒറ്റയ്ക്ക് പോയി ഇൻവിറ്റേഷൻ കിട്ടി. ജോഡിയപ്പ കേക്കോടൊന്ന് വിളിച്ച് ചോദിക്കുവോ ഈ കാർഡ് ഷെയർ ചെയ്യാൻ പറ്റുമോന്ന്? അല്ല അവര് ചെക്ക് ചെയ്യോ? ഗണ്ണ് പ്രശ്നമാണോ? അല്ല ഗണ്ണ് മാറ്റി വെക്കണോന്നാ പറഞ്ഞ. ഞാൻ വണ്ടിക്കകത്ത് വെച്ച് ലോക്ക് ചെയ്ത് അവിടെ കണ്ടോ ഓരോരുത്തര് ചെക്ക് ചെയ്യുന്നതാണോ? അതല്ലല്ലോ. അല്ല ചെക്ക് ചെയ്യാറുണ്ട് നോർമലി. കഴിഞ്ഞോട്ടൊക്കെ വന്നപ്പോ എന്റെ അടുത്ത് ഇത് മാറ്റി ഗണ്ണ് മാറ്റി വെക്കണോന്ന് പറഞ്ഞു. അതിന് ഗണ്ണെടുത്ത് ഇതാക്കി. ഇവിടെ കൊടുത്തോണ്ട് പോയ ഗണ്ണ് തന്നില്ല ഒരു പെണ്ണുമ്പുള്ള പീഡിയിലുള്ള. രണ്ട് ഡൗട്ട്, രണ്ട് ഉത്തരം. കാർലോ പിന്നെ കാർഡ് ഷെയർ ചെയ്യാൻ പറ്റൂ? നമ്മള് വെളിയില് ഒരു പട്ടാളത്തിന്റെ മത്സരം വെക്കുന്നുണ്ട് കേട്ടാ. തീരുമാനമായോ? നാളെയാണ് അതിന്റെ പരിപാടികളൊക്കെ. എന്തായാലും ഞാൻ ഗ്യാങ് ഹൗസിലോട്ട് വരാം. ജോസുട്ടി നമ്മളങ്ങോട്ട് വരാം കേട്ടാ. ഓക്കെ, കുടുംബത്തിന്റെ സാന്നിധ്യം ഉണ്ടാവണം. അല്ലല്ല, നാളെ നമ്മള് ബ്രോഷർ രജിസ്ട്രേഷന്റെ കാര്യങ്ങളൊക്കെ പ്രോസസ്സൊക്കെ പറഞ്ഞു തരാൻ വേണ്ടി അങ്ങോട്ട് വരും. അത് കഴിഞ്ഞിട്ട് ഒരു 2-3 ദിവസത്തിനകത്ത് തുടങ്ങാനുള്ള പരിപാടിയാണ്. ഇത് ഇവര് വെച്ചിട്ട് ഇവർക്ക് തന്നെ കൊണ്ടുപോകാൻ വേണ്ടിയാണ്. മറ്റേ കോച്ചിനെ ഇറക്കി വെച്ചിട്ടേ ഇതാണ് കളി. അയ്യോ അതല്ല, സത്യമായിട്ട് അതല്ല. നമ്മള് ഫ്രഷ് ടാലന്റ്സ് അഡ് ചെയ്യുക എന്നുള്ളൊരു പരിപാടിയാണ് നമുക്ക്. കോച്ച് ഒറ്റയ്ക്ക് ചിലപ്പോ എനിക്ക് അറിഞ്ഞൂടാ കോച്ച് അടിക്കുമല്ലോ അറിഞ്ഞൂടാ. എന്തായാലും പക്ഷെ കുറെ പേരുണ്ട്. അല്ലടാ വേറെ കാര്യം പറയാം. നമ്മുടെ ഇവിടെ കുറെ പേരുണ്ട് ഇത് കളിക്കുന്നത്. ഒത്തിരി പേരുണ്ട് ഇപ്പൊ. അറിയാത്ത ആൾക്കാരുണ്ട് ഇപ്പൊ ഒരുപാട് പേരുണ്ട്. ഗ്യാങ്ങില് സ്ലോട്ട് ഉള്ളവർക്ക് മാത്രം. വെളിയിൽ ആൾക്കാരെ അക്കൗണ്ട് കൊടുത്ത് വിളിപ്പിച്ചെന്ത് ചെയ്യും? അതിന് നമുക്ക് പറഞ്ഞ വിത്ത് വോയിസ് POV മസ്റ്റ് ആണ്. നമ്മള് POV ചോദിക്കും. അതായത് ഒരു കുറച്ച് കില്ലൊക്കെ അടിക്കുന്നതിനെ അപ്പോഴേ ഞാൻ വിളിച്ചു നോക്കൂലേ. അവന്റെ VCL സൗണ്ടും മറ്റേ ഡെസ്ക്ടോപ്പ് ഓഡിയോ സൗണ്ടും വേണം. ഗെയിം പ്ലേ POV വേണം. അതില്ലെങ്കിൽ പ്രൈസ് തൊട്ട് താഴെയുള്ള ടീമിന് കൊടുക്കും.
വാസം നമുക്ക് കേറുന്ന പിന്നെ കാർഡ് ഉണ്ടല്ലോ ഷെയർ ആക്കാൻ പറ്റുമെന്നാണ് പറഞ്ഞത്. പറ്റും, പറ്റും. അപ്പൊ പറ്റുമോ? പറ്റുന്ന പറഞ്ഞില്ല. ഷെയർ ആക്കാൻ പറ്റും. അപ്പൊ പിന്നെ ആവശ്യം പറഞ്ഞാൽ മതി. വേറെ ഏതെങ്കിലും സ്ലോട്ടിൽ ഇട്ടാ മതി എന്നാണ് കേക്കെ പറഞ്ഞത്. എടാ ഇത് ഷെയർ ചെയ്യാൻ പറ്റുമോ? അപ്പൊ ഇന്ന് മണി ടർഫ് കൊണ്ടേ നമ്മൾ പോണുള്ളൂ, മനസ്സിലായ? ഇല്ല ഉറപ്പാണോ നമുക്ക് ഇത് ഷെയർ ആ, ചെയ്യാൻ വിളിച്ച് പറ്റുമോ? പറ്റും പറ്റും എന്നാണ് വിളിച്ച് കേക്കെ പറഞ്ഞത്. അത് നമുക്ക് റിഡീം ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നത് ഫിസിക്കൽ കാർഡായിട്ട്. അത് എന്നിട്ട് അല്ല ഇവർക്ക് തിരിച്ചു കൊടുക്കണം കഴിച്ച് കാർഡ്. ഈ കാർഡ് അവർക്ക് 2 ടർഫ് ഇതായി കഴിഞ്ഞാൽ അവർക്ക് കാർഡ് വേണം, മനസ്സിലായോ? ടർഫ് ഇത് തിരിച്ചു കൊടുക്കുകയും വേണം നമ്മൾ ഗ്രൈൻഡ് ചെയ്ത്. ആ ആ ഞാനപ്പോഴേ 81 മുകളിലും എല്ലാം പോവാണെങ്കിൽ ഞാൻ അത് വെച്ച് വിളിച്ചോളാം. ഓക്കെ ഓക്കെ. ഞങ്ങൾ കാർഡ് തിരിച്ചു തരാം കേട്ടോ അടുത്ത ഇല്ല കുഴപ്പമില്ല. ജോസൂട്ടിക്ക് കൊടുക്കണോ? നമ്മുടെ ടർഫിനെ വിളിക്കുന്ന പറഞ്ഞു. ജോസൂട്ടി കൊടുത്താൽ നിങ്ങളുടെ ടർഫ് പോയി കേട്ടാ, ഒരു സംശയമില്ല. ജോക്കിയുടെ നിങ്ങളുടെ ആളവിടെ നിങ്ങൾ ഇന്ന് രണ്ടുപേരും എന്തോ മിസ്റ്റർ റഷീദോട് പോയിക്കണേ? അല്ല നമ്മള് സംസാരിച്ചാണ്. കേക്കാണോ? പിന്നെ അത് കേക്കാണത്. കേക്കേ Hi. Oh, Mr. നമസ്കാരം. Vasu, long time. കൊറേ ദിവസമായല്ലോ കണ്ടിട്ട്. ഞാനും കുറച്ച് തിരക്കിലായിരുന്നു. അതെ സുഖല്ലേ? മാസങ്ങളായിരുന്നു ഫീൽ അല്ലേ? അതെ, ഒരുപാട് നാളായതുപോലെ. കാരണം എന്താണെന്നറിയോ, നമ്മള് ലവേഴ്സിനെ പോലെ ആയിരുന്നല്ലോ. ഡെയിലി മീറ്റ് ചെയ്യും, ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യും. അപ്പൊ പെട്ടെന്ന് അത് വല്ലാതായ നമ്മള് ഒരു ചെറിയ ഗ്യാപ്പ് വന്നപ്പോഴത്തേനും അത് വലിയ ഗ്യാപ്പ് പോലെ ഫീൽ ചെയ്യണം എനിക്ക്. അതെ അയ്യോ ലോങ് ഗ്യാപ്പ്. കേട്ടോ പക്ഷേ എന്താണ് എന്താണ് ഞാൻ എന്നും അന്വേഷിക്കാറുണ്ടെന്ന്. അതെ എന്നും അന്വേഷിക്കാറുണ്ട്. നിങ്ങൾ രണ്ടുപേരും കൂടെ കാണണമെന്നും പറഞ്ഞു. ഈ ജോക്കിക്ക് ഇപ്പൊ ഞാൻ പറയട്ടെ, പണ്ട് നേരത്തെ ജോക്കിക്ക് സുമതിയമ്മയെ പറ്റിയേ പറയാൻ സമയമുള്ളായിരുന്നു. പക്ഷെ ഇപ്പൊ ജോക്കി അങ്ങനെയല്ല. കണ്ടുമുട്ടിയാൽ അപ്പൊ പറയണം ഫസ്റ്റ് പേര് കേക്കെയാണ്. ഞാൻ നല്ലതാട്ടോ പറയുന്നത്. സംസാരിച്ച് നല്ലത് മാത്രമേ കേക്കെയാണ്